പഴശ്ശിരാജ എന്ന ചോദ്യത്തിന് സാർ പഠിപ്പിച്ചുകൊണ്ട് നടന്നാൽ മാത്രം പോരാ, വല്ലപ്പോഴും സിനിമയും കൂടി കാണണം. സാർ ആയതുകൊണ്ട് ഉത്തരം പറഞ്ഞു തരാം. ഉത്തരം നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഇനി സാറിന് ആരെ അറിയണമെന്ന കുട്ടിയുടെ മറു ചോദ്യത്തിന് വായും തുറന്നു പിടിച്ചു നിന്ന അധ്യാപകനെ മറന്നു കാണില്ലല്ലോ. പഴശ്ശിരാജയും ചന്തുവും മമ്മൂക്കയാകുമ്പോൾ മരക്കാറും ഇത്തിക്കര പക്കിയും മലയാളികൾക്ക് ലാലേട്ടനാണ്. അപ്പോൾ പിന്നെ പിള്ളാരെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ നേരെ മറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആരാണ് കൈതേരി അബു? ഉത്തരം ബൾബ് പോലെ തെളിഞ്ഞവരുണ്ടാകും, ഇല്ലാത്തവരോട് നല്ലവരായ ഗുണ്ട, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, പാപ്പിയപ്പച്ച, താന്തോന്നിയിലുമെല്ലാം നായകന്മാരെക്കാൾ പേരെടുത്ത നടൻ, മലയാളികളുടെ പ്രിയ നടൻ, വെറുപ്പ് സമ്പാദിക്കാത്ത നടൻ. പറയട്ടെ, അതെ, നമ്മുടെ സ്വന്തം സുരേഷ് കൃഷ്ണ ചേട്ടൻ തന്നെയാണത്. സുരേഷ് കൃഷ്ണ എന്ന നടനെ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാകില്ല. കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ സുരേഷ് ചേട്ടന്റെ വീട്ടിലേക്കാണ്. വിശേഷങ്ങൾക്ക് മുൻപ് പോകുന്ന സ്ഥലം അറിയണമല്ലോ, കേട്ടോളൂ. എറണാകുളം തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറയിൽ നിന്നും SN ജംഗ്ഷൻ എത്തണം. SN ജംഗ്ഷനിലായി കാണുന്ന കോൺവെന്റ് സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ സ്വന്തം സുരേഷ് കൃഷ്ണ ചേട്ടന്റെ വീടുള്ളത്. സുരേഷ് ചേട്ടനോട് വീട് ഷൂട്ട് ചെയ്തോട്ടെ എന്ന അനുവാദത്തോടു കൂടി തന്നെയാണ് എന്റെ ഈ യാത്ര. എന്തായാലും ഈ യാത്രയിൽ ഒഴിവാക്കപ്പെടരുതാത്ത നമ്മൾ എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത കൂടി കുറച്ചു സമയം കൊണ്ട് അറിഞ്ഞതിനു ശേഷം നമുക്ക് നമ്മുടെ സുരേഷ് ചേട്ടന്റെ വീട്ടിലേക്ക് വളരെ വേഗം എത്താം. ഞാൻ ഈ പോകുന്ന തൃപ്പൂണിത്തുറ നഗരം എന്നത് കൊച്ചിയുടെ രാജകീയ നഗരമാണല്ലോ. തൃപ്പൂണിത്തുറയുടെ ലാൻഡ്മാർക്ക് അല്ലെങ്കിൽ തിലക് കുറി എന്നറിയപ്പെടുന്ന സ്റ്റാച്യു ജംഗ്ഷനിലുള്ള ഏറെക്കുറെ 99% മലയാളികൾക്കും സംശയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിമയെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിച്ചതിന് ശേഷമാകാം ബാക്കി. അപ്പോൾ ഇതാണ് ആ പ്രതിമ. കൊച്ചിയുടെ ധാർമ്മിക ചക്രവർത്തിയായ മഹാരാജ രാമവർമ്മയുടെ പൂർണ്ണമായ വെങ്കല പ്രതിമയാണിത്. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന് നേരെ എതിർവശം ലായം കൂട്ടമ്പലത്തിന് മുന്നിലായാണ് ഈ പ്രതിമ വരുന്നത്. 1940കളിൽ മദ്രാസിലെ ലാൽ ബഹദൂർ എന്ന ആളാണ് ഇത് നിർമ്മിച്ചത്. നിർമ്മിച്ച ആളുടെ പേരും വർഷവുമെല്ലാം പ്രതിമയ്ക്ക് താഴെയായി കൊത്തിവച്ചിരിക്കുന്നു. ഇനിയും മുൻപ് പറഞ്ഞതുപോലെ എല്ലാവർക്കും സംശയം ജനിപ്പിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ വെങ്കല പ്രതിമ കൊച്ചി രാജ്യത്തിന്റെ രാജകീയ വസ്ത്രങ്ങൾ ഒന്നും തന്നെ ധരിക്കാതെ നിൽക്കുന്ന രീതിയിലെ പ്രതിമയായത്? പ്രതിമയെ പറ്റി മനസ്സിലാക്കുന്നതിനിടയിൽ എന്റെ മനസ്സിലും ജനിച്ച ഒരു ചോദ്യം തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഉത്തരം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. 1935-36 കാലഘട്ടത്തിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും ബിരുദം ലഭിച്ച മഹാരാജാവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പ്രതിമ ആയതുകൊണ്ട് തന്നെ പ്രതിമയ്ക്ക് അക്കാദമിക് വസ്ത്രധാരണമാണ് നൽകപ്പെട്ടത്. അങ്ങനെ നമ്മൾ കാണുന്ന പ്രതിമയുടെ രൂപം ഇങ്ങനെയായി. 2016 തൃപ്പൂണിത്തുറ നഗരസഭ പ്രതിമ നവീകരിച്ചു. അതിന്റെ ഭാഗമായി വെങ്കല നിറം എന്നത് പേരിന് മാത്രമല്ലാതെയായി. പ്രതിമയ്ക്ക് ചുറ്റുമായി നിന്ന മരങ്ങളും മരക്കൊമ്പുകളുമൊക്കെ മുറിച്ചു മാറ്റി ഇപ്പോൾ കാണുന്ന ഈ രീതിയിലേക്ക് ഭംഗിയാക്കുകയായിരുന്നു. യാത്രാമധ്യേ ഇതുപോലുള്ള കുറച്ചു നല്ല കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഇനി അധികം ദൂരമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള യാത്ര ഇതാ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുരേഷ് കൃഷ്ണ ചേട്ടന്റെ വീടിന് മുന്നിൽ തന്നെയാണ്. നെയിം ബോർഡിലേക്ക് നോക്കുക, കൈതാളയിൽ ശ്രേയസ്. അപ്പോൾ കണ്ടോളൂ, ഇതാണ് നമ്മൾ തേടി വന്ന നമ്മുടെ സുരേഷ് ഏട്ടന്റെ വീട്. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് അദ്ദേഹത്തിന്റെ കുടുംബ വീടാണ്. ഈ വീടിന് തൊട്ടു പിന്നിലായി പണിയുന്ന പുതിയ വീട്. പുതിയ വീടിന്റെ വിശേഷങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ജനിച്ചു വളർന്ന, അദ്ദേഹത്തിന് ഭാഗ്യം മാത്രം നൽകിയ ഈ വീടാണ് നമ്മൾ ഇന്ന് കാണുവാനായി പോകുന്നത്. സുരേഷ് ഏട്ടൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നീണ്ട യാത്രയ്ക്ക് ശേഷം എത്തി. അദ്ദേഹത്തിന് പനി ബാധിച്ച് വിശ്രമത്തിലായതിനാൽ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരണമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യവും വേണ്ട എന്ന ചിന്ത അടുത്തതായി അദ്ദേഹത്തിന്റെ പുതിയ വീട് ഷൂട്ട് ചെയ്യുവാനായി വരുമ്പോൾ അങ്ങ് പരിഹരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വീടിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. ഒരു കുടുംബ വീട് എന്ന വസ്തുതയ്ക്കപ്പുറം പുതിയ വീടുകൾ പണിയുമ്പോൾ ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും ഈ വീടിനും നൽകിയിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ അഭിനയിച്ച പല സിനിമകളിലും പ്രത്യക്ഷപ്പെടുന്ന വീട് പോലെയാണ് എനിക്ക് സുരേഷ് ചേട്ടന്റെ വീട് തോന്നിയത്. ഒരു ഇലക്ട്രിക് സ്കൂട്ടറും ഒരു കാറും മുറ്റത്ത് തന്നെയുണ്ട്. റോഡിനോട് അടുത്തു നിൽക്കുന്ന വീടെങ്കിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നേ ഇല്ല. 2001 വിനയൻ സംവിധാനം ചെയ്ത കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലെ വില്ലൻ വേഷത്തിലൂടെയാണല്ലോ ഇങ്ങനെ ഒരു നടന്റെ അസാമാന്യ കഴിവ് നമ്മൾ മലയാളികൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അദ്ദേഹം സിനിമാ ജീവിതം
ചിത്രം തുടങ്ങുന്നത് 1993 ചമയം എന്ന സിനിമയിലൂടെ ആയിരുന്നു. നമ്മുടെ സുരേഷ് ഏട്ടൻ ജനിച്ചതും വളർന്നതുമെല്ലാം തമിഴ്നാട്ടിലായിരുന്നുവെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം. പഴശ്ശിരാജയിലെ കൈതേരിയാബു, കുട്ടിശ്രാങ്കിലെ ലോനി ആശാൻ, അനാർഗലിയിലെ ആറ്റക്കോയ എന്നിവ സുരേഷ് ഏട്ടന്റെ വ്യത്യസ്തമായതും നിരൂപക പ്രശംസ നേടിയതുമായ കഥാപാത്രങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നമ്മുടെ സുരേഷ് ഏട്ടൻ നിൽക്കുകയാണല്ലോ. കൺവിൻസിംഗ് സ്റ്റാർ, ചീറ്റിംഗ് സ്റ്റാർ എന്നീ ടാഗ് ലൈനുകളോടെ സുരേഷ് കൃഷ്ണ ചേട്ടൻ അഭിനയിച്ച അദ്ദേഹത്തിന്റെ ചില രംഗങ്ങൾ നമ്മുടെയൊക്കെ യഥാർത്ഥ ജീവിത മുഹൂർത്തങ്ങളുമായി കൂട്ടിയിണക്കിയാണ് ട്രോളുകളുടെ ചാകര. ഇത്തരം ചർച്ചകൾക്ക് പിന്നാലെ പുതിയ പോസ്റ്റുമായി സുരേഷ് ഏട്ടൻ എത്തിയതും നമ്മൾ കണ്ടിരുന്നു. സിനിമയിലെ കൺവിൻസിംഗ് ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ ലൈക്ക് അടിച്ചിരി, ഞാൻ ഇപ്പോ വരാം എന്ന അടിക്കുറിപ്പോടെ ചിത്രത്തിനൊപ്പം ചെയ്ത സുരേഷ് ഏട്ടന്റെ പോസ്റ്റ് എല്ലാം കത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തെയും വീടുമെല്ലാം കാണാൻ പറ്റിയല്ലോ. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെയും നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പറഞ്ഞു നിർത്തട്ടെ, സെലിബ്രിറ്റികളെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് അവരുടെ വീട് എവിടെയാണെന്ന് കൃത്യമായ സ്ഥലം ഉൾപ്പെടെ പറയുന്നതിനും കാണിക്കുന്നതിനും വീട് കണ്ടുപിടിച്ച് അവിടെ എത്തിയ ശേഷം അവരുടെ വീട് പണിതിരിക്കുന്ന രീതി, വീടിന്റെ മറ്റു പ്രത്യേകതകൾ, ഒപ്പം അവരെ കുറിച്ചുള്ള മറ്റു വിശേഷങ്ങൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തി ചെയ്യുന്ന വീഡിയോയിൽ വീടിനകം കയറി ഷൂട്ട് ചെയ്ത വീഡിയോയ്ക്ക് താഴെ അവരുടെ കസേര കൊള്ളില്ല, കട്ടിൽ കൊള്ളില്ല എന്ന കമന്റുകളും, വീടിനുൾവശം ഷൂട്ട് ചെയ്യാത്ത വീഡിയോയിൽ പുറത്തുനിന്നും വീഡിയോ എടുക്കുന്നതിൽ എന്താണ് കാര്യമെന്ന ചോദ്യവും പൊതുജനം പലവിധമാണെന്ന ധാരണ നന്നായി തന്നെയുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഇടുന്ന കമന്റുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്ന മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇവിടെ നിന്നും നേരെ നിങ്ങൾ നന്നായി അറിയുന്ന ഒരു നടിയുടെ വീട്ടിലേക്കാണ്. നടിയെ മാത്രമേ നിങ്ങൾ നന്നായി അറിയൂ. അവരെ കുറിച്ച്, അവരുടെ വീടോ മറ്റു പരിസരങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ഇതുവരെ കാണുവാനായി ഇടയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആ നടിയും നടിയുടെ വീടും കാണണം. അതുവരെ ശുഭദിനം.